സംസ്ഥാനത്ത് പാൽവില കൂട്ടാൻ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും പ്രഖ്യാപനം. പാൽവിലയിൽ നേരിയ വർധനയുണ്ടാകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ഡി എൽ അരുൺ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, പാൽവില വർധനയെക്കുറിച്ചുള്ള അവരെനിക്ക് തോന്നുന്നു ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പക്ഷേ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ 2 ദിവസമൊക്കെ ഉള്ളപ്പം നമുക്കിപ്പോൾ കയറി പാൽവില വർദ്ധിപ്പിക്കുവാൻ പറ്റില്ല. അവരാലോചിച്ച് ഗവൺമെന്റിലും കൂടെ സമർപ്പിച്ചാൽ ഞങ്ങളുടെ കൂടി സമ്മതത്തോടു കൂടി അവരത് കൊണ്ടുവരും. അവരങ്ങനെ നിൽക്കുകയാണ് 3 മേഖലയിൽ. മിൽമ കൂട്ടിക്കൊടുക്കാൻ ക്ഷീരകർഷകരുടെ പാലെടുക്കുന്ന മിൽമയല്ലേ, അപ്പൊ അത് കൂട്ടുവാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് കൂട്ടിക്കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ശകലം കൂട്ടണം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കൂട്ടാൻ പാടില്ല. വിശദാംശങ്ങൾ ബി എൽ അരുൺ നൽകും. അരുൺ, ഈ യൂണിയനുകൾ പാൽവില വർധന വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പല സമിതികൾ പഠനങ്ങളൊക്കെ നടത്തിയ ശേഷമാണ് പാൽവില കൂടും എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. അഭിലാഷ്, അങ്ങനെയാണ്. അതായത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സംസ്ഥാനത്ത് പാൽവില കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഒരുപക്ഷെ പുതുവത്സര സമ്മാനമായി മലയാളികൾക്ക് കിട്ടും. അങ്ങനെയാണോ എന്നൊരു ചോദ്യത്തിന് മന്ത്രി പറഞ്ഞത് അതൊക്കെ ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകില്ല. തത്വത്തിൽ പാൽവില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് മിൽമ ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ആ വിദഗ്ധ സമിതി കൃത്യമായി തന്നെ പാൽവില കൂട്ടണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിലെ ഉള്ളടക്കമൊന്നും ഇപ്പോൾ പുറത്ത് പറയാൻ കഴിയില്ല എന്ന് മന്ത്രി പറയുന്നുണ്ടെങ്കിൽ പോലും 1 ലിറ്ററിന് 5 രൂപ മുതൽ 6 രൂപ വരെ കൂട്ടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് വിദഗ്ധ സമിതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് പാൽവില വർദ്ധിക്കും എന്നുള്ള കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ടുള്ള ഒരു ഊഹാപോഹം അത് മന്ത്രി തന്നെ ഇപ്പോൾ ഭാഗികമായി സമ്മതിച്ചിരിക്കുന്നു. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ സംസ്ഥാനത്ത് പാൽവില കൂടുമെന്നുള്ളതിന്റെ സൂചനയാണ് മന്ത്രി ജെ ചിഞ്ചുറാണി ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ശരി, പാൽവില കൂട്ടാൻ തീരുമാനമായിരിക്കുന്നു. ഇനി എത്രയാണ്, എപ്പോഴാണ് എന്നൊക്കെ മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത്. ബി എൽ അരുണാണ് വിവരങ്ങൾ നൽകിയത്.